ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടുകാരെ കൊണ്ട് നമ്മുടെ വീട്ടിലെ സ്കൂളിലെ സ്റ്റുഡൻസിനെ പറ്റിയും അല്ലെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ടവർക്കൊക്കെ നമ്മൾ തന്നെ വിളിച്ചു പറഞ്ഞ് ഞാൻ ഇന്ന് ഇത് വിളിക്കും, അപ്പോൾ കഴിയുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും മാർക്ക് വരാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രാവശ്യം വിളിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വോട്ടെടുപ്പിൻ്റെ ഒരു സ്ഥിതി അതെനിക്ക് തോന്നണില്ല നല്ലതാണെന്ന്. ഇത് മനാഡേ സാറും അത് തന്നെ പറഞ്ഞതില്ല, ദജിയും അത് തന്നെ പറഞ്ഞത്. അതൊരു ശരിയായ നല്ല രീതിയല്ല എന്നുള്ളത്. ജഡ്ജ് ചെയ്യുന്ന തന്നെ കുട്ടികളെ കോമ്പറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെ എനിക്ക് അത്ര വലിയ ഇതില്ല. ഞാനിത് ഗന്ധർവസന്ധ്യ തുടങ്ങിയത് തന്നെ അറിവിന് വേണ്ടിയിട്ടാണ്. അപ്പോഴും ഞാൻ അവരോട് എപ്പോഴും പറയും, നിങ്ങൾ ഈ ദാസേട്ടനെ ഓർക്കണം. ദാസേട്ടൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടാതെ വന്നിട്ട് പിന്നെ അത് നിർത്തിയവനാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുക, ദുഃഖം വരരുത്, ഇതുകൊണ്ട് ദുഃഖം വരരുത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പാടി, ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ അതിന് ദുഃഖിക്കാം. കാരണം എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് നല്ലതെന്നുള്ള സദുദ്ദേശത്തോടെയാണ് നമ്മളിത് തുടങ്ങിയത്. ആദ്യം തുടങ്ങിയതും കരളിയാണ്. അത് എത്ര നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഇന്നും കുട്ടികളെ കൂടുതലിട്ടുണ്ട് ചവിട്ടി തേക്കരുതെന്ന് ഞാൻ പറയാറുണ്ട്. ഇത്രയും ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ഇപ്പോൾ ഈ റിയാലിറ്റി ഷോകളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികളുണ്ടല്ലോ, അതെ, എനിക്ക് വലിയ ദുഃഖമുണ്ട്. കാരണം അവരിങ്ങനെയല്ല പോകേണ്ടത്. ഇപ്പോൾ വേറൊന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇതായിട്ട് പറയുന്നതല്ല, പറയാൻ പാടില്ല, ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയരുതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട്. ഒരു അടുത്ത സ്കൂൾ അവധിക്ക് ഐ എം ഗോയിങ് ടു ഇപ്പോൾ ഇത് നല്ലൊരു അവസരമാണ് എനിക്കതൊരു പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആദ്യമായിട്ട് അതൊരു മനസ്സിൽ പറയണം, ഒന്നിച്ചിരുന്ന് പറയണം, വേറെ ആരെങ്കിലുമൊക്കെ അറിയണമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഉദ്ദേശം എങ്ങനെയെന്ന് വെച്ചാൽ ഒരു വർക്ക്ഷോപ്പ് ഞാൻ ആ കുട്ടികൾക്ക് നേരത്തെ തന്നെ അവർക്ക് ആദ്യത്തെ പാഠം ഞാൻ തന്നെ പാടി അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ടൊക്കുന്നത് പോലെ അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ പാടി എനിക്ക് അയച്ചു തരണം. അതിൽ നിന്ന് ഞാൻ പ്യുവറായിട്ടുള്ള കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഒരാഴ്ച കൊണ്ട് ഇത് പഠിപ്പിക്കാൻ ഒക്കില്ലെങ്കിലും ഒരു തുടക്കം പോലെ ഈ വെക്കേഷണൽ സ്റ്റഡീസ് അത് പൂർണ്ണമായിട്ട് അവിടെ തന്നെ ഇരിക്കണം. അത് ചിലപ്പം മാതാപിതാക്കന്മാരും കൂടെ വന്ന് താമസിക്കേണ്ടി വരും. അതിനുള്ള ആളുകൾ ചിലർ അതിനുവേണ്ടി ഇത് ചെയ്യും. അത് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ ടി വിയിലൊന്നും വരില്ല. ഐ എം നോട്ട് അഗ്രീയിങ് ഫോർ ദാറ്റ്. ഒരിക്കലും വരത്തില്ല. കാരണം ഇത് കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, അവരുടെ പഠിപ്പിന് വേണ്ടിയുള്ളതാണ്. അപ്പം അതൊരു അഡ്വർടൈസ്മെൻറ്റോ ഒന്നുമല്ല. അപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ ജെനുവിനായിട്ടുള്ളതിൽ ഇപ്പോൾ ആരെയും രണ്ടുപേരുടെ അഭിപ്രായമോ എനിക്ക് തോന്നണം അത് ഇവൻ നന്നായിട്ട് പാടും. എൻ്റെ മകൻ്റെ മക്കളിൽ തന്നെ 3 പേരിൽ ഒരാളെ മാത്രമേ, എൻ്റെ ഫാദറും അത് തന്നെ, 5 പേരും ഇന്ന് ഈ പാടുന്ന കുട്ടികളെ പോലെയൊക്കെ എൻ്റെ അനിയന്മാർ എൻ്റെ അനിയത്തിയൊക്കെ പാടാനൊക്കെ